ഈ വണ്ടിയുടെ പ്രത്യേകത എല്ലാ വണ്ടിയിലും കിട്ടുന്നുണ്ടോ? ഇനി നിങ്ങൾ എടുത്തു പറഞ്ഞു നീനക്ക് മാറിക്കും. പിന്നെ ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നതല്ലേ, അപ്പോഴേ നീ അവിടെ എന്നാ കേട്ടാ. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് ബിന്ദു എന്നാണ്. ഇത് കിട്ടുന്നുണ്ട്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ബിന്ദുവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴയിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അങ്ങോട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന റൂട്ടിൽ കുണ്ടൂർ എന്ന് പറഞ്ഞ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ നല്ല ലൊക്കേഷനാണ്, നല്ല സിറ്റുവേഷനാണ്, നല്ല ക്ലൈമറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പറയാനുണ്ട്. ഇവിടെ നല്ല ഹൈ ഫാമിലീസ് മാത്രമാണ് കല്യാണം നടത്തുന്ന ഒരു എന്താ പറയേണ്ടത്, ഒരു നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല ഒരു റിസോർട്ടാണ് കുണ്ടൂർ റിസോർട്ട് എന്ന് പറയുന്നത്. ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാം VIP കല്യാണങ്ങളാണ്. ഇവിടെ ഇന്ന് ഏകദേശം 2 കല്യാണങ്ങളാണ് നടക്കുന്നത്. അതായത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും കല്യാണത്തിന് വേണ്ടി അവർ ബുക്ക് ചെയ്ത് വരുന്ന ഒരു റിസോർട്ടാണ് ഈ കുണ്ടൂർ റിസോർട്ട്. ഈ റിസോർട്ടിൽ വന്നപ്പോൾ വിവിധതരം വണ്ടികളാണ് നമ്മൾ കണ്ടത്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ടൈപ്പ് വണ്ടികളാണ്. നമ്മൾ വന്നപ്പോൾ കണ്ടത് നല്ല വെറൈറ്റി ആയിട്ട് വണ്ടിയാണ്. ഈ വണ്ടിയുടെ പ്രത്യേകത നമുക്ക് അറിയത്തില്ല. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണ്? ഈ വണ്ടിയുടെ ഈ വണ്ടിയുടെ ഉള്ളാണ് ഈ കാണുന്നത്. ഇതാണ് എയർ കണ്ടീഷനാണ്. 19 സീറ്റ് ഉള്ള വാഹനമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. 40 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. ഏറ്റവും നല്ലൊരു വാഹനമാണിത്. യാത്രാ സുഖകരം എല്ലാം നല്ലതാണ്. കാണാനൊക്കെ നല്ല ഭംഗി, നല്ല ടൂറിസ്റ്റ് മോഡലിനേക്കായൊക്കെ ഏറ്റവും ഭംഗിയായ ഒരു വാഹനമാണിത്. പറഞ്ഞു. അതായത് ഈ വണ്ടിയുടെ ഉള്ളിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. സീറ്റിന് നല്ല കപ്പാസിറ്റി ഉള്ള സീറ്റാണ്, നല്ല സ്പോഞ്ച് ടൈപ്പ് സീറ്റാണ്. ഈ സീറ്റിലൊക്കെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ നല്ല എന്തൊരു പ്രത്യേകതയാണെന്നറിയാമോ? ഇത് നല്ല നമ്മൾ ഈ സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോകും. അത്ര നല്ല ലൊക്കേഷനും സിറ്റുവേഷനും ക്ലൈമറ്റും വണ്ടി എല്ലാം കൊണ്ട് നല്ല അലങ്കരിച്ച നല്ല എന്താ പറയേണ്ടത് സൈറ്റാണ്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. നമുക്ക് ഈ വണ്ടിയുടെ പ്രത്യേകതയെ കുറിച്ച് നമ്മുടെ ഡ്രൈവർമാരോട് ചോദിക്കാം. ഈ വണ്ടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതായത് ഈ വണ്ടിയുടെ പേരെന്താണ്? ഇത് ഗ്രീൻ ട്രീ ട്രാവൽസ്, അതായത് നമ്മുടെ അത്താണിയുള്ള വണ്ടിയാണ്. എയർപോർട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു ട്രാവൽസ്. അപ്പോൾ ഇത് ഫോഴ്സിൻ്റെ പുതിയ മോഡൽ വണ്ടിയാണ്. അർബാനി എന്ന് പറയും. 16 സീറ്റിൽ 10 സീറ്റാണ് ഞങ്ങളിത് പണിതേക്കുന്നത്. അത് ലെഗ് സ്പേസും നല്ല കംഫർട്ടബിളും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ യാത്രാസുഖം ഭയങ്കരവും നല്ല ലോങ്ങൊക്കെ പോകുമ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഏകദേശം ഈ വണ്ടിക്ക് എന്നാ വില വരും? പിന്നെ ഏകദേശം 30 ലക്ഷത്തോളം കറക്റ്റ് അടുത്തുണ്ട് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്കറിയില്ല. അതായത് മറ്റുള്ള വണ്ടിയിൽ നിന്നും തികച്ചും ഡിഫറൻസ് ആയിട്ടുള്ള ഈ ഒരു വണ്ടി നമ്മൾ ഏതെങ്കിലും കല്യാണത്തിനോ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും വിളിക്കുമ്പോൾ അതിൽ നിന്ന് എത്ര രൂപ വ്യത്യാസം വരും മറ്റുള്ള വണ്ടിയിൽ നിന്നും? മറ്റു വണ്ടികളിൽ നിന്നും എങ്ങനെ പോയാലും ഒരു 5000-3000 രൂപ വ്യത്യാസം അടുത്തുണ്ട്. അത് കിലോമീറ്റർ അനുസരിച്ചാണ്? കിലോമീറ്റർ അനുസരിച്ചിട്ടാണ്. സാധാ ട്രാവലറെക്കാട്ടി മേടിക്കാണ്ട് എക്സ്ട്രാ ക്യാഷ് ഇതിന് മേടിക്കുന്നുണ്ട്. ഏകദേശം ഇത് എത്ര ആൾക്കാർ കൊള്ളും? ഇതിപ്പോൾ 10 സീറ്റാണ്. അത് 16 സീറ്റാണ് അതിൻ്റെ പെർമിറ്റ് വരുന്നത്. അത് ഞങ്ങൾ കംഫർട്ടബിൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കണ സുഖം കൂട്ടാൻ വേണ്ടിയിട്ട് അത് 10 സീറ്റ് ആക്കിയതാണ്. സീറ്റൊക്കെ ഉണ്ടതല്ലേ. അത് AC ആണോ ഇതിനകത്ത്? ഫുൾ AC ആണ്. ആണല്ലേ. TV ഒന്നും ഇല്ലല്ലേ നമുക്ക്? TV ഉണ്ട്. TV ഉണ്ടല്ലേ. ഫോൾഡിംഗ് TV ആണ്. ആണല്ലേ. അതായത് ഇങ്ങനെ ടൂറായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് അടിച്ചുപൊളി പാട്ടൊക്കെ പാടാൻ പറ്റുന്ന നല്ല മൈക്ക് അങ്ങനെയൊക്കെ കാര്യങ്ങൾ എല്ലാ അറേഞ്ച്മെന്റ്സും. നിങ്ങൾ എത്ര പേരുണ്ടോ ട്രാവൽസിൽ വർക്ക് ചെയ്യുന്നവര്? അവിടെ ഒരു 10-30 പേരുണ്ട്. 30 പേരും പല നാട്ടിൽ നിന്ന് വരുന്നത്. നിങ്ങളുടെ നാട് എവിടെയാണ്? എന്റെ നാട് തൃശ്ശൂർ. പേരെന്നാണ്? മിഥുൻ. നമ്മുടെ നാട് കൊല്ലമാണ്. എൻ്റെ പേര് ബിന്ദുവാണ്. നമ്മൾ യൂട്യൂബ് പ്രോഗ്രാമിന് വേണ്ടി ഇവിടെയൊക്കെ വന്നതാണ്. അപ്പോൾ വിവിധ തരത്തിലുള്ള വണ്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള കുറേ വിവിധ തരത്തിലുള്ള വണ്ടികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ യൂണിഫോം തമ്മിൽ വ്യത്യസ്ത യൂണിഫോമാണ്. അതൊക്കെ യൂണിഫോം കിട്ടണോ അതോ നിങ്ങളുടെ ആവശ്യം? അല്ല, ഞങ്ങൾക്കിത് ഇടണം. കാരണം ഞങ്ങളുടെ ഗസ്റ്റ് അങ്ങനത്തെ ഗസ്റ്റാണ്. അതെ, നിങ്ങൾ തമ്മിൽ ഇരിക്കുന്ന യൂണിഫോം തമ്മിൽ വ്യത്യാസമുണ്ട്. വണ്ടികൾ വ്യത്യാസം അനുസരിച്ച് യൂണിഫോം വ്യത്യാസമാണ്. അങ്ങനെയൊന്നും ടാക്സിക്കാർക്കെല്ലാം വൈറ്റ് നിർബന്ധമാണ്. അല്ല, പാഴ്സല് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾ രണ്ടും ഇതേ ഒരേ ടൈപ്പ് വണ്ടികളാണോ? ഇവിടെ എത്ര വണ്ടികൾ വന്നു? ഇവിടെ ഇപ്പൊ ടോട്ടൽ എന്റെ കൂടെ 3 വണ്ടി വന്നിട്ടുണ്ട്. മൊത്തത്തിൽ 10 പുറത്തുണ്ടല്ലേ?
ആ എന്ത് VIP-യുടെ കല്യാണം? അത് ഒരു വലിയ VIP-യുടെ കല്യാണം കറക്റ്റായിട്ട് എനിക്കറിയില്ല. അതല്ല ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ നിരന്ന് ഇഷ്ടം പോലെ വണ്ടികൾ കിടക്കുന്നുണ്ട്. 100 പരത് വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ ആണെങ്കിൽ ഇവരുടെ കല്യാണക്കാരുടെ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അല്ല അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് നമ്മളെ ഏൽപ്പിച്ച ജോലി കറക്റ്റായിട്ട് ചെയ്യാത്രേ ഉള്ളൂ. അത്രയല്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ് തരുന്നത്? അത് ഒരു വാടകയ്ക്ക് അനുസരിച്ചിട്ടാണ്. നിങ്ങൾ ജസ്റ്റ് വാടകയ്ക്ക് വണ്ടി എടുത്തിട്ട് പോകണം. അത് ഗസ്റ്റ് ഞങ്ങളെ വിളിക്കും. അവർ ഇന്നൊരു നിശ്ചിത റേറ്റ് അവർ തമ്മിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും. ആ റേറ്റിൽ ഞങ്ങൾ കൊടുക്കും. നമ്മുടെ നാട്ടിൽ ചില വണ്ടികൾ വിളിക്കുമ്പോൾ ഏകദേശം 1500 പ്ലസ് ഡീസൽ, 3500 പ്ലസ് ഡീസൽ അങ്ങനെയാണ്. അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഏതൊക്കെ സ്ഥലത്തുള്ള ആൾക്കാരാണ്? അത് കുറേ സ്ഥലത്ത് കോട്ടയം ഉണ്ട്, ആലപ്പുഴ ഉണ്ട്. നമ്മുടെ കൊല്ലം ജില്ലക്കാരുണ്ടോ? കൊല്ലം ജില്ല ഇല്ല തോന്നുന്നു. ഇല്ലല്ലേ. നിങ്ങൾക്ക് ലീവൊക്കെ തരുമോ? ലീവൊക്കെ ആഴ്ചയിൽ ഒരിക്കലോ? അല്ലല്ല, ലീവ് ആവശ്യങ്ങൾക്കൊക്കെ ചോദിച്ചാൽ കിട്ടും. നിങ്ങൾക്ക് മന്ത്ലി ആണോ സാലറി? അല്ല എപ്പോൾ വേണമെങ്കിലും മേടിക്കും. അങ്ങനെയാണ്. അല്ല നിങ്ങൾക്ക് ഡെയിലി ആണോ മന്ത്ലി ആണോ സാലറി തരുന്നത് ചോദിച്ചാൽ? അതിപ്പോൾ ഡെയിലി വേണമെങ്കിൽ മേടിക്കാം, മന്ത്ലി വേണമെങ്കിൽ മേടിക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓടുന്നതനുസരിച്ചിട്ട് ചേട്ടൻ്റെ വീട് എവിടെയാണ്? ആലപ്പുഴ. ആലപ്പുഴയാണ്. തൃശ്ശൂർ, ആലപ്പുഴ അല്ലേ? അപ്പോൾ എല്ലാ നാട്ടിലുള്ള ആൾക്കാരും ഉണ്ടല്ലേ? അപ്പം നിങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമാണ് നിങ്ങളുടെ സംസാര സ്റ്റൈല്. അതായത് ഓരോ നാട്ടിൽ തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ് അങ്ങനെ കൊല്ലം ജില്ലക്കാർ വ്യത്യസ്തമായ സംസാര സ്റ്റൈൽ. അപ്പോൾ എല്ലാവരോടും ഇത് സംസാരിച്ച് എല്ലാ സ്റ്റൈലും കൂടെ ഒന്നായിട്ടുണ്ട് അല്ലേ? ശരി. ഏതാ ഓടിക്കുന്ന വണ്ടി? ഏതാണ് ഈ വണ്ടി തന്നെ അല്ലേ? നിങ്ങളെല്ലാം ഒരേ കൂട്ടുകാരല്ലേ? ചേട്ടാ നിങ്ങളുടെ പേരെന്താ? എന്ത് ചെയ്യുന്നു ഇപ്പോൾ? വണ്ടി ഓടിക്കുന്ന? ഏത് വണ്ടി ഓടിക്കുന്നു? ആണോ? ഈ വണ്ടിയുടെ പ്രത്യേകത എന്താ? ആ വണ്ടി ഈ വണ്ടി തമ്മിലുള്ള വ്യത്യാസം എന്താ? വലിയ പ്രത്യേകത വ്യത്യാസമൊന്നുമില്ല. അതിൽ 16 സീറ്റിലോ 10 സീറ്റ് വേണ്ടിയിരിക്കുന്നു. ഇതിൽ 16 സീറ്റ് ഉണ്ട്. കമ്പനി സീറ്റ് തന്നെയാണ്. അത് പുറത്തുനിന്ന് കയറ്റിയ സീറ്റാണ്. അത് മനസ്സിലായി. രണ്ടും ഒരേ കമ്പനിയുടെ വണ്ടിയാണോ? ഒരേ കമ്പനിയുടെ ഒരേ വണ്ടി, ഒരേ പേര്, 2 രീതിയിൽ പണിതിരിക്കുന്നു. ഇതിൽ സീറ്റിംഗ് കപ്പാസിറ്റി അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണോ? വ്യത്യസ്തമാണ്. ഇതിൽ 16 കമ്പനി സീറ്റ് ആയതുകൊണ്ട് 16 പേർക്ക് ഇരിക്കാം. അത് പുറത്തുനിന്ന് സീറ്റ് കയറ്റിയ വണ്ടി. ഫുൾ AC കിട്ടിയാണ് അല്ലേ? ഫുൾ AC. യാത്ര നല്ല സുഖകരമായ നല്ല കംഫർട്ടാണ്. ട്രാവലറിനെ കല്യാണക്കാരാണോ ഈ ടൂറിസ്റ്റുകാരാണോ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്? ഫോറിനേഴ്സിന്റെ ട്രിപ്പാണ് കൂടുതൽ ചെയ്യാറ്. ചേട്ടൻ്റെ പേരെന്താ? പേര് ബിപിൻ. സ്ഥലം തൃപ്പൂണിത്തുറ. ശരിയതാ. നിങ്ങൾ സഹായിച്ചതിനൊക്കെ നന്ദി. താങ്ക് യു.